കളിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ഒരു 80% കുട്ടികൾക്കും നീന്തൽ അറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരുപാട് വിപത്തുകൾ നമ്മൾ മീഡിയയിലൂടെ കണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും അനുകരിക്കരുത്. കാരണം നമ്മളിത് വെള്ളത്തിൽ കളിക്കുന്ന കളിയാവുമ്പോൾ വളരെയേറെ ശ്രദ്ധ വേണം. കാരണം നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദ്യം സ്വയം രക്ഷ. വെള്ളത്തിൽ വീണ ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആദ്യം നമ്മൾ രക്ഷപ്പെടണം, എന്നിട്ടേ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാദ്യം പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മളെ കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന പുഴ ആയതുകൊണ്ടും ഇപ്പോൾ ഒരു 10-25 വർഷമായിട്ട് ഈ ഒരു ടച്ച് ഇല്ല എങ്കിൽ കൂടിയിട്ട് നമ്മൾ പഠിച്ച വിദ്യ മറക്കാത്തത് കൊണ്ടും നമ്മളിതിൽ കളിക്കാൻ കേട്ടോ. ഒരു കുട്ടികളും അനുകരിക്കരുത്. ഞാൻ 2-3 പ്രാവശ്യം ഈ ജലചക്രം ഓട്ടാൻ നോക്കി, പക്ഷെ നടക്കണില്ല. പലവിധ ശ്രമം നടത്തിയിട്ട് നടക്കണില്ല. സൈക്കിൾ തല കുത്തനെ തള്ളിയിട്ടിട്ട് ഞാൻ കണ്ടില്ല അതിൻ്റെ മുകളിൽ നിന്ന് നീന്തി വരുന്നത്. അതിലൊരു കുഴപ്പമില്ല. പക്ഷെ സൈക്കിൾ നേരെ വെച്ചിട്ട് ഞാൻ ഒരു 3-4 അറ്റംപ്റ്റ് നടത്തി നോക്കിയിട്ട് എനിക്കത് വണ്ടി ഓട്ടാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും 3ാമത്തെ ഒരു അറ്റംപ്റ്റിൽ ഞാൻ ശ്രമിക്കും. അടുത്ത ശ്രമം എൻ്റെത് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എനിക്ക് പറയാനുള്ളത് 100% പറയാനുള്ളത് എന്താ വെച്ചാൽ, കുട്ടികളാരും അനുകരിക്കരുത്. ഇപ്പോഴുള്ള കുട്ടികൾ തീരെ അനുകരിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോങ്ങുമ്പോൾ ഒരു 10 ആൾ വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങിയാൽ ചിലപ്പോൾ ഒരു ചോദ്യം വരും, നിങ്ങൾ ആരെ ആദ്യം രക്ഷിക്കുന്നുണ്ട്? അവിടുത്തെ ഉത്തരം ഒന്നേ ഉള്ളൂ കേട്ടോ, നമ്മളെ തന്നെ ആദ്യം രക്ഷപ്പെടുത്തണം. എന്നിട്ട് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതാണ് വെള്ളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരിക്കലും വെള്ളത്തിലിറങ്ങി കളിക്കരുത്. വെള്ളത്തിൻ്റെ ഗതി പല സമയത്തും പല കോലത്തിലുണ്ടാകുക. എത്ര നീന്തൽ അറിയുമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. ഈ ഒരു കളി ഞാൻ കളിക്കുന്നത് എനിക്കിത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ എൻ്റെ അറ്റംപ്റ്റൊക്കെ പാളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പുഴ ഞാൻ പറഞ്ഞല്ലോ, ഈ പുഴ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയുന്നൊരു പുഴയാണ്. അത്രയും നീന്തി കളിച്ച് വളർന്ന പുഴയാണ് കേട്ടോ. ഈ പുഴ എന്ന് പറഞ്ഞാൽ ഏകദേശം കടലുണ്ടി പുഴയുടെ കള്ളമ്പാറ തൊട്ടിട്ട് കോട്ടക്കടവ് പാലം വരെ നമ്മളൊരു കാലത്ത് നീന്തി പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു കുട്ടികൾ ഒരു 100 മീറ്റർ നീന്തിയാൽ പോലും മീഡിയ അപ്ലോഡ് ചെയ്യുന്നൊരു കാലമാണ് കേട്ടോ. ഇപ്പോൾ ആ കാലഘട്ടത്തിൽ അതില്ല. നമ്മൾ അഹങ്കരിക്കല്ല. പക്ഷേ ഇതെന്തായാലും ഈ അറ്റംപ്റ്റ് പാളിപ്പോയി. അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരും കേട്ടോ. എന്തായാലും ഈ ഒരു പരീക്ഷണം ഞാൻ വിജയിച്ചിട്ടേ പിന്മാറത്തുള്ളൂ. അതുകൊണ്ട് പിന്നെയും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾ പോലും ഇത് അനുകരിക്കരുത്. പിന്നെ നമ്മളെ ഈ ചാനൽ ഫോളോ ചെയ്യുക എല്ലാവരും കേട്ടോ. ഫേസ്ബുക്കിലാണെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ ഷൈജു പാണ്ടിയിൽ നിന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ ലൈഫ് വിത്ത് ഷൈജു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ നിന്നും പിന്മാറുകയാണ്. വീണ്ടും ഒരു തിരിച്ചുവരവിനായി ദൃശ്യം